ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് ഗ്രീൻ ലൈറ്റിൻ്റെ 2 മോൺസ്റ്റർ ട്രക്കാണ്. ഈ വണ്ടി കുറച്ചാളായിട്ട് എൻ്റെ കയ്യിൽ ഉള്ളതാണ്. അത് അൺബോക്സ് ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞ ദിവസം വാൾമാർട്ടിൽ പോയപ്പോൾ ഈ കറുത്ത വണ്ടി കണ്ടു. സൂപ്പർ കാസ്റ്റിംഗ് ആണ്. അപ്പം അങ്ങനെ അത് മേടിച്ചു. ഓക്കെ, നമുക്കിപ്പോൾ ഇത് രണ്ടും അൺബോക്സ് ചെയ്യാം. ഇത് 1973 ഫോർഡ് F250 ക്രിംസൺ ക്രഷർ എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഇത് കിങ് ഓഫ് ക്രഞ്ച് എന്ന് പറഞ്ഞ സീരീസിലാണ്. ഈ സീരീസിൽ വേറെയും കുറച്ച് വണ്ടികളുണ്ട്, പക്ഷേ ഇതിൽ പടം കൊടുക്കാത്ത കാരണം നമുക്കൊന്നും മനസ്സിലാവില്ല. വണ്ടിയാണ്. എനിക്ക് ടയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ട്രാക്ടറിൻ്റെ ടയർ 2 അടുപ്പിച്ച് വെച്ചേക്കുന്ന പോലത്തെ സംഭവമാണ്. ഡീറ്റെയിൽസും സൂപ്പറാണ്. ഫ്രണ്ടിൽ മറ്റേ സൂപ്പർ ചാർജറിൻ്റെ ഡീറ്റെയിൽ നല്ല രസമുണ്ട്. മേളിൽ ഫോഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബെഡ് നല്ല ക്ലീനാണ്. ഇവിടെ ഡിഫറൻഷ്യലിൻ്റെ ഡീറ്റെയിലും കൊള്ളാം. നമ്മുടെ കറുത്ത വണ്ടി 1983 ഡോഡ്ജ് പവർ റാം D250 മോപ്പാർ മാജിക്. പേര് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, മോപ്പാർ മാജിക്. കൊള്ളാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ സീരീസിൽ വേറെ ഇനി മൊത്തം 6 വണ്ടികളാണ്. അതിൽ 2 ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ബാക്കിയുള്ള വണ്ടികൾ നേരിട്ട് കാണാൻ നല്ലതാണെങ്കിൽ അതും മേടിക്കാം വാൾമാർട്ടിൽ പോകുമ്പോൾ. ഗ്രീൻ ലൈറ്റ് പാക്കേജിങ്ങിൽ കുറേ കാശളയും, അതിലും കളക്ടേഴ്സിന് നല്ലതാണത്. ഓക്കെ, ഇപ്പോൾ വണ്ടി ശരിക്കും പുറത്തോട്ടെടുത്തപ്പോൾ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഈ ബ്ലാക്ക് ഫിനിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബലൂൺ ടയേഴ്സാണ്. മറ്റേ വണ്ടിയുടെ ടയറിൻ്റെ അത്രയും വീതി തന്നെ ഉണ്ട് ഇതിനും. ഇത് ട്രാക്ടറിൻ്റെ 2 ടയർ ആണെങ്കിലും രണ്ടിൻ്റെയും വീതി ഓൾമോസ്റ്റ് സെയിം ആണ്. രണ്ടിനും ഒരു യുണീക്ക് ലുക്കാണ്. പക്ഷെ എനിക്ക് ഓവറോൾ ബ്ലാക്ക് വണ്ടിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഡോഡ്ജ് റാം സൂപ്പറായിട്ടുണ്ട്. എൻ്റെ എക്സോസ്റ്റ് ഇവിടെയാണെന്ന് തോന്നുന്നു. സൂപ്പർ ചാർജറുണ്ട്. ഈ ബാക്കിൽ എന്താ പറയുക, ഓഫ് റോഡ് വണ്ടികളിലൊക്കെ ഉള്ള ഈ റോൾ കേജ് പോലത്തെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ.